ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റർടൈനിങ് വേൾഡ് എത്തിയിരിക്കുന്നത് സ്വപ്നനഗരിയിലുള്ള മറൈൻ വേൾഡിലാണ്. ഇവിടെ ഒരാളുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞത് 120 രൂപയാണ്. കയറുമ്പോൾ തന്നെ ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. കിളികളൊക്കെ സാധാരണയായിട്ട് അടിച്ചിട്ടതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കിളികളൊക്കെ തുറന്നിട്ട് കാണട്ടോ. വേണമെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കൊടുക്കാം. നല്ല രസമുണ്ട് കയറുമ്പോൾ തന്നെയുള്ള ആ വ്യൂ ഒക്കെ കാണാൻ. ഒരുപാട് ആളുകൾ കിളികൾക്ക് ഫീഡൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്തത് പോകുന്നത് പല ടൈപ്പിലുള്ള ജീവികളൊക്കെ ചില്ലിൻ്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ടതാണ് കേട്ടോ. അവിടെ ആണ് കേട്ടോ ലൈന് കൂടുതലായിട്ടുള്ളത്. പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ. പല നമ്മളിതുവരെ കാണാത്ത പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും ഈ ചില്ലുകൂട്ടിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ 120 റുപ്പീസ് വേർത്താണോ ചോദിച്ചാൽ വേർത്താണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫീൽ ചെയ്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ പല മൃഗങ്ങളും അവർക്കൊക്കെ ഇഷ്ടമല്ല ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പോൾ അതിനായിട്ട് പറ്റിയൊരു പ്ലേസിലാണ് കേട്ടോ ഇത്. കുറച്ച് ആൾക്കാരെ തിരക്കുള്ളത് ഇവിടെ മാത്രമാണ് കേട്ടോ, കുറച്ച് തിരക്ക് കൂടുതൽ. അടുത്ത സെക്ഷൻ കേട്ടോ, ബേർഡ്സും പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ക്യാറ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു സെക്ഷനാണ് കേട്ടോ ഇത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സിനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഇതൊക്കെ കളർഫുൾ ആയിട്ടുള്ള ഫിഷുകളാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സാധനമാണ്. ഈ ക്യാറ്റിനെ പറയാം ബംഗാൾ ക്യാറ്റാണ് കേട്ടോ. കടുവേൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു രൂപ കേട്ടോ ഇതിന്. ഒരു പല വെറൈറ്റി ആയിട്ടുള്ള മീനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. നല്ല ഭംഗിയുള്ള മീനൊക്കെ കാണാൻ സാധിക്കും. ഇതിന് മുമ്പ് ഞാൻ കാണാത്ത കുറേ മീനുകൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കണ്ടിരിക്കുന്നു. ഒരുപാട് വലിയ മീനുകളും ചെറിയ മീനുകളും പല ഷേപ്പിലുള്ള മീനുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. കണ്ടാൽ അത്രയും ബോറടിക്കില്ല, അത്രയും നല്ലൊരു രസമുള്ള പ്ലേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ വാല് നീണ്ട മീൻ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന ഒരു മീൻ തന്നെയാണ്. തിരണ്ടീൻ്റെ ഇനത്തിൽപ്പെട്ട മറ്റൊരു മീനാണ് കേട്ടോ ഇത്. കാണാൻ ഡോൾഫിൻ്റെ ഒക്കെ പോലെ ഉണ്ടെങ്കിലും ഇത് തിരണ്ടീൻ്റെ ഇനത്തിൽപ്പെട്ട സാധനമാണ്. ഇത് വളരെയധികം നീളം കൂടിയ വാലിന് പോയിസൺ വളരെയധികം കൂടുതലാണ് കേട്ടോ. ഈ വാല് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു വാലാണ് കേട്ടോ. ഇപ്പം കാണുന്നത് സ്കൂബ ഡൈവാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇത് കണ്ടു നിൽക്കാൻ. കുറേ നേരം തന്നെ ഇങ്ങനെ നിന്ന് പോകും കേട്ടോ. അടുത്തതായിട്ട് പോകുന്നത് മത്സ്യകന്യകൻ്റെ അടുത്തേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മത്സ്യകന്യകയാണ് കേട്ടോ.
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീന്തുന്നതൊക്കെ കണ്ടു ശരിക്കും ഒരു നീന്തുന്ന പോലെ തന്നെ ഭയങ്കര സ്ലോ ആയിട്ട് അതുകൊണ്ട് കണ്ടു നിന്ന് പോട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്തത് പോകുന്നത് ടണലിലേക്കാണ് കേട്ടോ. ഇത് ടണലിൻ്റെ പുറത്താണ് കേട്ടോ. പുറത്തും ഒരു എക്കോറിയം പോലെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ടണലിൻ്റെ ഉള്ളിലത്തെ ആൾക്കാരാണ് നമ്മൾ ഇതിൻ്റെ പുറത്തുനിന്ന് കാണുന്നത്. ടണലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല നല്ല ഭംഗിയുള്ള ചെറിയ മീനുകളും വലിയ മീനുകളും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഇത് ടണലിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇത് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ളൊരു അരാപ്പൊയ്മയാണ് കേട്ടോ ഈ സാധനം. ഒരു ആളുടെ വെയിറ്റിന് ആ സാധനത്തിന് ഉണ്ടാവും കേട്ടോ. ഭയങ്കര വലിയ അരാപ്പൊയ്മയാണ് കേട്ടോ അത്. അപ്പോൾ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഇതിനൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് എന്തായാലും ഇങ്ങോട്ട് വരാം. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞായറാഴ്ചയൊക്കെ ടൈമിലാകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല സുഖത്തിൽ കാണാൻ സാധിക്കും കേട്ടോ. തിരക്കുള്ളപ്പോൾ നമുക്ക് അത്ര കംഫർട്ടായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഇപ്പോൾ തിരക്കില്ലാത്ത ദിവസങ്ങളിൽ ഹോളിഡേയ്സിലല്ലാതെ വർക്കിംഗ് ഡേയിലൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാണ് ടണലിൻ്റെ ഉള്ളിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും രസമുണ്ട് കേട്ടോ. വലിയൊരു അരാപ്പൊയ്മ അലിഗേറ്ററാണ് കേട്ടോ ഇത്. എനിക്കിവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായൊരു മീനാണ് കേട്ടോ ഇത്. ഈ കളർഫുള്ളായിട്ടുള്ള മീൻ നല്ലൊരു ഭംഗി. ടണലിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ വലിയ വലിയ ചെമ്മീനും കടൽ പാമ്പും ഒക്കെ ഉള്ളൊരു സെക്ഷനാണ് കേട്ടോ ഈ സെക്ഷൻ. ടണലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയുള്ള ഒരു സീനാണ്. അടുത്തൊരു ഭംഗിയുള്ളൊരു വ്യൂ ആണ് കേട്ടോ. സ്റ്റാർ ഫിഷും ഒരു ഫിഷും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള എനിക്കൊരു ഇഷ്ടപ്പെട്ടു. ആ സ്റ്റാർ ഫിഷ് നോക്കുന്ന അകത്തൊക്കെ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാഴ്ചകളൊക്കെ കാണാൻ. പിന്നെ പർച്ചേസിങ് ഏരിയ എത്തിട്ടോ. മാറ്റും ഓരോ ഹോം ആക്സസറീസും എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. പർച്ചേസൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെയാണ് ഇഷ്ടം പോലെ സാധനങ്ങളും ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞത് 200 രൂപ കേട്ടോ ചാർജ് ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. പെറ്റ്സിനെയൊക്കെ മേത്ത് വെക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. പാമ്പ്, ഇഗ്വാന, കിളികൾ, പിന്നെ പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞത് 1 കിലോ പാത്രത്തിന് 300 രൂപ കേട്ടോ. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതുപോലുള്ള നല്ല വീഡിയോസിനായി നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസായിട്ട് അടുത്ത് കാണാം. താങ്ക് യു.